എൻ്റെ വെയിറ്റ് 15 കിലോ കുറഞ്ഞ് ഇങ്ങനെയാണ് എന്നൊരാൾ ചിലപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ഇട്ടാൽ അതിൻ്റെ താഴെ പോയി പലരും കമൻറ്റ് ചെയ്യും, ഞാനിത് നോക്കിയിട്ട് എൻ്റെ വെയിറ്റ് കുറഞ്ഞില്ല, കുറയണമെന്നില്ല. ഗെയിൻ അല്ലെങ്കിൽ വെയിറ്റ് കുറയാനായിട്ട് നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാവും. പലപ്പോഴും പേഷ്യൻസിന് നമ്മൾ PCOD സസ്പെക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് സ്കാൻ ചെയ്യണം എന്ന് പറയുമ്പോൾ പേഷ്യൻസ് ഇമ്മീഡിയറ്റ്ലി മെജോറിറ്റി ഓഫ് ആൾക്കാർ പറയാറുള്ളത് എൻ്റെ പീരീഡ്സ് വളരെ നോർമലാണ്. ചിലപ്പോൾ ചില ആളുകൾ ഉപയോഗിക്കുന്ന മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് പോലും ഒക്കെ നമുക്ക് വെയിറ്റ് കൂടാം. എൻ്റെ വെയിറ്റ് 15 കിലോ കുറഞ്ഞ് ഇങ്ങനെയാണ് എന്നൊരാൾ ചിലപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ഇട്ടാൽ അതിൻ്റെ താഴെ പോയി പലരും കമൻറ്റ് ചെയ്യും, ഞാനിത് നോക്കിയിട്ട് എൻ്റെ വെയിറ്റ് കുറഞ്ഞില്ല, കുറയണമെന്നില്ല. ആക്ച്വലി അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് വെയിറ്റ് കുറഞ്ഞത്, അതേ റീസണും കൊണ്ട് വെയിറ്റ് കൂടിയാൽ മാത്രമല്ലേ നമുക്കത് കുറയത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്കുള്ള സൊല്യൂഷൻ അല്ലല്ലോ നമുക്കുള്ള സൊല്യൂഷൻ. അതെ, തീർച്ചയായിട്ടും. ഇപ്പം ഗെയിന് അല്ലെങ്കിൽ വെയിറ്റ് കുറയാനായിട്ട് നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഒന്ന് ചിലപ്പോൾ നമ്മൾ ഫുഡ് ഓവറായിട്ട് കഴിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള എന്തെങ്കിലും ഹോർമോൺ വേരിയേഷൻസ് ആയിരിക്കാം. ഇപ്പോൾ തൈറോയ്ഡ് ഡിസോർഡേഴ്സ് തന്നെ ഇപ്പം വിസിബിളി TSH വേരിയേഷൻസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. തൈറോയ്ഡ് ആൻറ്റിബോഡീസിലുള്ള വേരിയേഷൻസ് ആവാം, അല്ലെങ്കിൽ തൈറോയ്ഡൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവാം. നമ്മുടെ ചിലപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും നോഡികളോ അങ്ങനെയുള്ള രീതിയിലേക്കായിരിക്കും കാണുന്നത്. അപ്പം ആ ഒരു കണ്ടീഷനിൽ നമ്മളിപ്പോൾ TSH ചെക്ക് ചെയ്തു, ബോഡി നോർമലാണ്, പക്ഷേ നമ്മുടെ ബോഡിയിൽ കുറച്ച് ഹോർമോൺ വേരിയേഷൻ, മൂഡ് സ്വിങ്സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, വെയിറ്റ് ഗെയിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ PCODയുടെ ഇനീഷ്യൽ സ്റ്റേജസ്. അപ്പം പലപ്പോഴും പേഷ്യൻസിന് നമ്മൾ PCOD സസ്പെക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് സ്കാൻ ചെയ്യണം എന്ന് പറയുമ്പോൾ പേഷ്യൻസ് ഇമ്മീഡിയറ്റ്ലി മെജോറിറ്റി ഓഫ് ആൾക്കാർ പറയാറുള്ളത് എൻ്റെ പീരീഡ്സ് വളരെ നോർമലാണ് എന്നുള്ളതാണ്. പീരീഡ്സ് നോർമലാണ് എന്ന് വെച്ചിട്ട് PCOD ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതിനെ നമ്മൾ ആ ഒരു കംപ്ലീറ്റ് പ്രൊഫൈൽ ചെയ്തതിന് ശേഷം വെയിറ്റ് കൂടുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ മറ്റുള്ള ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ എന്താ പറയുക, ഭക്ഷണം ഞാൻ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് വെയിറ്റ് കൂടുന്നത് എന്നുള്ളൊരു സിറ്റുവേഷനിൽ എനിക്ക് ചിലപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ലോസിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഇപ്പോൾ അഭിജിത്ത് ഡോക്ടർക്ക് അങ്ങനെ ആവണമെന്നില്ല. ഇറ്റ് മൈറ്റ് ബി എൻ്റയർലി ഡിഫറെൻറ്റ് ഇഷ്യൂ ആയിരിക്കാം. ചിലപ്പോൾ ജനറ്റിക്കലി നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് കൂടാനുള്ളൊരു സാഹചര്യം ആവാം. അച്ഛനും അമ്മയും വളരെ ഒബീസാണ്, അപ്പം ബൈ ബർത്ത് തന്നെ നമുക്ക് അതിനുള്ളൊരു ചാൻസസ് കുറച്ച് കൂടുതലായിട്ടുള്ള ആളാവാം. ഇനി അതല്ലെങ്കിൽ ഇതുപോലെ ഹോർമോൺ വേരിയേഷൻസ് ആവാം. ചിലപ്പോൾ ചില ആളുകൾ ഉപയോഗിക്കുന്ന മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് പോലും ഒക്കെ നമുക്ക് വെയിറ്റ് കൂടാം. ഇപ്പം ഞാനൊരു വെയിറ്റ് ലോസ് ജേർണി നടത്തിയല്ലോ, അപ്പോൾ ആൾക്കാർ എപ്പോഴും പറയുന്നത് ഡോക്ടർ വെയിറ്റ് ഡയറ്റിങ് പറഞ്ഞു, പക്ഷേ എൻ്റെ ഡയറ്റ് അവർക്ക് വർക്ക് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അത് ഞാൻ എൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഡയറ്റാണ്.